ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എല്ലാവർക്കും സാലി ട്രാവൽ സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് മുതുമല ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അതേപോലെ ഗുണ്ടൽപേട്ട. മോർണിംഗ് 5:30 യാത്ര ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ എത്തിയത് കേരളത്തിലെ മനോഹരമായ ഒരു പട്ടണമായ നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ ടൗൺ എത്തുന്നതിന് മുന്നുള്ള ഈ കാണുന്ന പ്ലേസാണ് കനോലി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ പ്രശസ്തമായത് തേക്ക് വനങ്ങൾ കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തോട്ടങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നാണ്. ബ്രിട്ടീഷ് കാലത്ത് ഇവിടെ വലിയ തേക്ക് വനങ്ങൾ വളർത്തി തുടങ്ങി. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. തേക്ക് മരങ്ങളുടെ ചരിത്രവും വിവരങ്ങളും ഇവിടെ നമുക്ക് കാണാം. മലപ്പുറം ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട സ്ഥലമാണ് നിലമ്പൂർ. വലിയ തേക്ക് വനങ്ങളും നദികളും കാടുകളും കൊണ്ട് ഇത് കേരളത്തിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാണ്. ഈ കാണുന്നതാണ് നിലമ്പൂർ. ചുരത്തിലെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നാടുകാണി ചുരത്തിലെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ നമ്മൾ നാടുകാണി ചുരം കയറാൻ തുടങ്ങുകയാണ്. നാടുകാണി ചുരം പഴയ കാലത്ത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഒരു പ്രധാന വനപ്പാതയായിരുന്നു. നിലമ്പൂർ കാടുകളിൽ നിന്ന് സാധനങ്ങൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഈ വഴി ഉപയോഗിച്ചിരുന്നു. ചുരം കയറി കഴിഞ്ഞു. ഗൂഡല്ലൂരിലേക്ക് ഇനി 11 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നാടുകാണി ജംഗിൾ എക്കോ ടൂറിസമാണ് കേട്ടോ. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ജംഗിൾ സഫാരിക്ക് അതിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നാടുകാണി ചുരത്തിലേക്ക് പോകുമ്പോഴുള്ള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് യാത്ര പോകാനുള്ളത് വലത്തോട്ടുള്ള റോഡിനാണ് കേട്ടോ. ഈ കാണുന്ന റോഡ് വയനാട് മാനന്തവാടി റൂട്ടാണ്.
ഗൂഡല്ലൂർ ഭാഗത്ത് എത്തിയപ്പോൾ കാലാവസ്ഥ ആകെ ചേഞ്ച് ആയിട്ടോ. ഇതുവരെ നല്ല ചൂടും നല്ല വെയിലുള്ള സ്ഥലമായിരുന്നു നമ്മളെ കേരളത്തിൽ. ഇപ്പോൾ ഇവിടെ കയറിയപ്പോൾ കാലാവസ്ഥ ആകെ മാറി. നല്ല കോട കാണുന്നുണ്ട്, നല്ല തണുപ്പും, ആകെ ചേഞ്ചായി. നീലഗിരി മലനിരകളിലൂടെ ആയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീലഗിരി ഡിസ്ട്രിക്റ്റാണ്. മലനിര പ്രദേശമായതിനാൽ ഇവിടെ പലപ്പോഴും ഇങ്ങനെ മഞ്ഞും തണുപ്പും അനുഭവിക്കാൻ കഴിയും. ഈ കോടയിലൂടെ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു ഗൂഡല്ലൂർ നഗരത്തിലെത്തി. ഈ കാണുന്നതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഗൂഡല്ലൂർ ടൗണ് കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. എന്തൊരു ഭംഗി നോക്കി കാണാൻ. അപ്പോൾ കാലാവസ്ഥ ആകെ ചേഞ്ച് ആയിട്ടോ. വീണ്ടും ആകെ കോട മൂടി തുടങ്ങി. എന്തൊരു കോട നോക്കി, നല്ല തണുപ്പും നല്ല കോടയും. ഇത്രക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. മുതുമല ടൈഗർ റിസർവിലേക്കുള്ള പ്രവേശന ഭാഗത്ത് നമ്മൾ അങ്ങനെ എത്തിയിട്ടോ. തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്ട് ജില്ലയിലുള്ള ഈ വനപ്രദേശം ഇന്ത്യയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ്. ആനകൾ, കാട്ടുപോത്ത്, മാന്, ചിലപ്പോൾ കടുവ വരെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണിത് കേട്ടോ. മുന്നോട്ട് പോകുന്നതോറും കോട കൂടി വരാം കേട്ടോ. നല്ല കനത്ത കോടയാണ്. എന്തൊരു ഭംഗി നോക്കി ഈ കോടയിലൂടെ, ഈ വനത്തിലൂടെ യാത്ര ചെയ്യാൻ. മുതുമല ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ആകെ മാറി കേട്ടോ. കോടയൊക്കെ കുറഞ്ഞ് നല്ലൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതുമല ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ്. ഇത് 1940 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇത് ഏഷ്യൻ എലിഫൻ്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ള മുതുമല ടൈഗർ റിസർവ് പോലുള്ള പല പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആനകളെ കാണാൻ സാധിക്കും. ഇത് ഇന്ത്യയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ്. നിരവധി വന്യജീവികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത്തരം വനപ്രദേശങ്ങളായ മുതുമല ടൈഗർ റിസർവ് പോലുള്ള സ്ഥലങ്ങളിൽ മയിലുകളെ സാധാരണയായി കാണാൻ കഴിയും. കുറേ മാൻകൂട്ടങ്ങൾ അതാ റോഡ് സൈഡിൽ നിൽക്കുന്നു. ഇവിടുന്ന് ഈ കാണുന്ന വലത്തോട്ടുള്ള റോഡ് മസനഗുഡി ഊട്ടി റോഡാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തത് മസനഗുഡി മായാർ വ്ളോഗാണ്. ആ വ്ളോഗ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി കാണണേ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 വീണ്ടും കാണാം.